ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത് എപ്പോഴും. അത് റിസൾട്ട് ഉണ്ടാക്കുന്നത് നിർഭാഗ്യവശാൽ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ. പക്ഷെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ സക്സസ് ആകണം, വിജയിക്കണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, ജീവിതത്തിൽ വിജയങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അതിലേക്ക് എത്താൻ വേണ്ടി ആദ്യത്തെ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഒരിക്കലും അതിലേക്ക് എത്താൻ വേണ്ടിയില്ല. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കണം, അല്ലാത്തൊരിക്കലും അയാൾക്ക് ഫണ്ട് വരുമ്പോൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അതുപോലെ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ബിസിനസ്സിൽ തകർച്ച വന്നിട്ടുണ്ടാവും. തകർച്ച വരാത്ത ഒരാളും ബിസിനസ്സിൽ വിജയിക്കില്ല. ബിസിനസ്സിൽ കുറേ സ്ട്രഗിളും പ്രശ്നങ്ങളും അനുഭവിക്കും. ഇന്ന് നമ്മളുടെ അനുഭവത്തിലുള്ള ഇപ്പോൾ യൂസഫ് അലി സാറാണെങ്കിലും അംബാനി ആണെങ്കിലും ഇവരെല്ലാം അവരുടെ ചരിത്രം പഠിച്ചറിയാൻ പറ്റും. അവരെല്ലാം ഭയങ്കര പ്രശ്നങ്ങളിലും തകർച്ചയിലും പരാജയങ്ങളിൽ നിന്നാണ് അവർ കയറി വന്നത്. അപ്പോൾ വിജയം എന്ന് പറയുന്നത്, വിജയത്തിലേക്ക് എത്താനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് പരാജയത്തിൽ പോയിട്ടുണ്ടാകണം എന്നുള്ളത്. പരാജയത്തിൽ പോകാതെ ആരും വിജയിക്കില്ല എന്നുള്ളത്. അപ്പം ആ പരാജയത്തിൽ പോകുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? പിന്മാറും. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടും പറ്റണില്ല. ചിലവര് ആത്മഹത്യയുടെ മൈൻഡിൽ പോവാം, ചിലവര് ജീവിതത്തിലേക്ക് പിന്നെ തകർന്നിട്ട് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ വളരെ അപൂർവ ആൾക്കാരാണ് സക്സസ് ആകാനായിട്ട് ഉള്ള കാറ്റഗറിയിൽ എത്തുന്നവര്. അവരെന്ത് ചെയ്യും? പിന്മാറില്ല, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാർ മറ്റുള്ളവർ പറയും അവന് വട്ടാണെന്ന് പറയും, പക്ഷെ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രമിച്ചിട്ട് അവന്റെ മിസ്റ്റേക്കുകളും പോരായ്മകളും, അവനവന്റെ കുറവുകൾ എന്താണെന്ന്, പോരായ്മകൾ എന്താണെന്ന്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ അവൻ സ്വയം തിരിച്ചറിഞ്ഞ് അതെല്ലാം കറക്റ്റായിട്ട് ലൈഫിൽ ക്രമീകരിക്കാൻ അവൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരാണ് സക്സസിന്റെ ട്രാക്കിൽ കയറുന്നത്.